നിങ്ങളുടെ മൂക്ക് മാറി മാറി അടയുന്നുണ്ടോ? കുറച്ച് സമയം വലത്തെ വശത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് മാറി ഇടത്തെ മൂക്കിലേക്ക് മാറും. ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സൈനസിൻ്റെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നമുണ്ടോ, ഇനി മൂക്കിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? മൂക്ക് ഇങ്ങനെ മാറി മാറി അടയുന്നത് പ്രത്യേകിച്ച് ഒരു രോഗമൊന്നുമല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന നെയ്സൽ സൈക്കിൾ എന്നൊരു പ്രോസസ്സാണ്. എന്താണ് നെയ്സൽ സൈക്കിൾ? എന്തുകൊണ്ടാണ് ഒരു മൂക്ക് മാറി മറ്റേ മൂക്കിലേക്ക് ഇങ്ങനെ അടയും തുറവും വരുന്നത്? ഇത് എപ്പോഴാണ് പ്രശ്നമായി നമുക്ക് വരുന്നത്, എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഇത് നമ്മുടെ ശരീരത്തിലെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ശരീരത്തിൽ നടക്കുന്ന പോലും നമുക്ക് അറിയുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്കിത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഭാഗത്താണോ ചെരിഞ്ഞ് കിടക്കുന്നത് അവിടെ കൂടുതലായിട്ട് മൂക്കടപ്പുള്ളത് തോന്നാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് കോൾഡോ അലർജിയോ വന്നു കഴിയുന്ന സമയത്ത് നോർമലി നിങ്ങൾക്കുള്ള ഈ നെയ്സൽ സൈക്കിൾ പോലും പലപ്പോഴും വളരെ ബ്ലോക്കുള്ളതായിട്ട് ഫീൽ ചെയ്യും. എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? യൂഷ്വലി ഒരു മൂക്ക് തുറക്കും മറ്റേ മൂക്ക് അടയും എന്നുള്ളത് ഒരു നോർമൽ പ്രോസസ്സാണ്. ഈ സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട, ചില മണിക്കൂറുകളിൽ നിൽക്കും. പക്ഷേ ഒരു സൈഡ് മാത്രം കൂടുതൽ സമയം അടഞ്ഞിരിക്കുകയും മറ്റേ ഭാഗത്ത് കൂടെ മാത്രമേ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ വരുമ്പോൾ വെറും അതൊരു നെയ്സൽ സൈക്കിൾ മാത്രമല്ല, ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ഥിരമായി മൂക്കടപ്പ് നിൽക്കുന്ന കേസസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്, അതായത് ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം ആയിരിക്കാം, നെയ്സൽ ടർബിനേറ്റ് എൻലാർജ്ഡ് ആയിരിക്കുന്ന സമയത്ത് വരാം, നെയ്സൽ പോളിപ്പ് ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ മൂക്കടപ്പ് കണ്ടിന്യൂസ്ലി നിൽക്കാം. വെറും ഒരു മൂക്കടപ്പ് മാത്രമല്ലാതെ സ്ഥിരമായിട്ടുള്ള തുമ്മൽ, ഒപ്പം തന്നെ മൂക്ക് വല്ലാതെ ചൊറിച്ചിൽ, വല്ലാത്ത ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊപ്പം നിങ്ങൾ അലർജി ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി കുട്ടികളിലാണെങ്കിൽ ഈ മൂക്കടപ്പിനൊപ്പം കുട്ടികൾ രാത്രി വായ തുറന്നുറങ്ങുകയും സ്നോറിംഗ് ഉണ്ടെങ്കിൽ ഇത് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയും ആകാം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂക്ക് മാറി മാറി അടയുകയും തുറക്കുകയും ചെയ്യുന്നത് നോർമലാണ്. എന്നാൽ ഈ മാറി മാറി അടയാതെ ഒരു സൈഡ് മാത്രം കൂടുതൽ അടയുകയും ഒപ്പം കൂർക്കം വലി, വായ തുറന്നുള്ള ഉറക്കം, പലപ്പോഴും വല്ലാത്ത അലർജി ഇഷ്യൂസ്, തുമ്മൽ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു നെയ്സൽ സൈക്കിൾ മാത്രമല്ല. എൻ്റെ ക്ലിനിക്കിൽ മൂക്കടപ്പാണ് എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസിൽ ഞാൻ വെറും ആ സിംറ്റം മാത്രം നോക്കാറില്ല. ഇത് മാറി മാറിയാണോ വരുന്നത്, ഒരു സൈഡ് കൂടുതൽ അടയുന്നുണ്ടോ, ഒപ്പം കാണിക്കുന്ന സിംറ്റംസ് ആയിട്ടുള്ള തുമ്മലും ബാക്കി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. കാരണം എല്ലാ മൂക്കടപ്പും അലർജി അല്ല, അല്ലെങ്കിൽ സൈനസൈറ്റിസ് അല്ല. എല്ലാ മൂക്കടപ്പിനും ചികിത്സയും ആവശ്യവുമില്ല. നിങ്ങളുടെ മൂക്ക് ഇങ്ങനെ മാറി മാറിയാണോ അടയുന്നത്, ഇല്ല ഒരു സൈഡ് മാത്രമാണോ അടഞ്ഞിരിക്കുന്നത്? ഒരു സൈഡ് മാത്രം അടഞ്ഞിരിക്കുന്ന കാര്യം സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂ ആണോ, പോളിപ്പിൻ്റെ ഇഷ്യൂ ആണോ, ഇനി DNSൻ്റെ ആണോ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സ്ഥിരമായി മൂക്കടപ്പ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.